ഹായ് ഓൾ, വെൽക്കം ടു സ്കോളർ സ്ക്വാഡ്. നമ്മൾ ഇന്ന് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ. കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഒരു 2011 തൊട്ട് ഉള്ള കുറച്ചൊരു പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സോൾവ് ചെയ്തായിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇനി ഈ വീഡിയോയിൽ ബാക്കിയുള്ളത് 2025 വരെയുള്ള ഫെബ്രുവരി 2025 വരെയുള്ള പ്രോബ്ലംസാണ് ബാക്കി പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ 2017 ബോറോൺ ഇൻ BCl3 ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് അല്ലേ? ബോറോൺ ഇൻ BCl3 അതിലെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ബോറോൺ അല്ലേ? ബോറോൺ എന്ന് പറയുമ്പോഴത്തേനും അതിന് 3 വാലൻസിയാണ് ഉള്ളത്. 3 വാലൻസിയും 3 എക്സ്റ്റേണൽ ഔട്ടർ ഇലക്ട്രോൺ വാലൻസിയാണ് കേട്ടോ പറഞ്ഞത്, അല്ല അതാണല്ലോ വാലൻസ് ഇലക്ട്രോൺസ്. യെസ്, അപ്പോൾ 3 ക്ലോറിനായിട്ട് അത് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ എസ് എൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതെന്താണ്? സ്റ്റെറിക് നമ്പർ. ഓക്കെ, അപ്പോൾ സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് ഇതിൽ 3 ആണ്. ഓക്കെ, 3 ആകുമ്പോൾ ഉണ്ടാകുന്ന ജോമെട്രി എന്താണ്? ട്രയഗണൽ പ്ലേനാർ. ട്രയഗണൽ പ്ലേനാർ ജോമെട്രി അല്ലേ? അപ്പോൾ BCl3 എങ്ങനെയാണ് ഇരിക്കുന്നത്? BCl3 എന്ന് പറയുമ്പോൾ Cl പോലെ. ഓക്കെ, ആൻഡ് ട്രയഗണൽ പ്ലേനാറിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം, അത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ വഴി 3 sp2 ഓർബിറ്റൽസ് ഉണ്ടാകും. ആ 3 sp2 ഓർബിറ്റൽസ് ഓഫ് ബോറോൺ ആണ് ഈ ഇരിക്കുന്നത്. അത് ക്ലോറിൻ വഴി ബോണ്ട് ഫോം ചെയ്തിട്ട് അത് BCl3 ആക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഹൈബ്രിഡൈസേഷൻ ഇസ് sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ബെൻസ് റൂൾ ഫോർ P ബ്ലോക്ക് എലമെൻറ്റ്സ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ജോമെട്രി ഓഫ് ദി അറൗണ്ട് ദ സെൻട്രൽ ആറ്റം ആൻഡ് ദി പൊസിഷൻ ഓഫ് ദി മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റുവൻറ്റ് ഈസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ജനറലി പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ബെൻസ് റൂൾ ഫോളോ ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ കൂടുതൽ കാണുന്നത് ട്രൈഗണൽ ബൈപിരമിഡൽ ആയിട്ട് വരുന്ന ജോമെട്രിക്കാണ് ജോമെട്രി. ഓക്കെ, കാരണം ഇപ്പം നമ്മൾ എക്സാമ്പിൾ കണ്ടതിൽ ബി ആർ അല്ല, നമ്മൾ കണ്ട XeO2F2 എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടായിരുന്നു. അതിൽ ലോൺ പെയർ വരുമ്പോൾ ഫ്ലൂറിൻ ഇങ്ങനെയായിരുന്നു നമ്മുടെ അതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ലോൺ പെയർ വരുന്നത് കേസിൽ XeO2F2ൻ്റെ സ്ട്രക്ചർ ഇതായിരുന്നു. അതായത് ഇത് ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചർ ആയിരുന്നു. അപ്പോൾ ബെൻസ് റൂൾ അനുസരിച്ചിട്ട്, അതായത് ഇവിടെ ഈ റിപ്പൾഷൻ വരുന്നത് കൊണ്ട് ഇതെന്ത് ചെയ്യും? ഇത് ബെൻഡാകും. ഫ്ലൂറിൻ ബെൻഡാകും. Xe ചെറുതായിട്ട് F ഇങ്ങനെ വരും എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതൊരു സീസോ ഷേപ്പിലേക്ക് പോകും എന്ന് നമ്മൾ പറഞ്ഞില്ലേ? സീസോ ഷേപ്പിലേക്ക് പോകുന്നു പറഞ്ഞില്ലേ? ഷേപ്പ്. ബട്ട് ജോമെട്രി എന്താണ്? ട്രൈഗണൽ ബൈപിരമിഡൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ബെൻസ് റൂൾ ഇസ് മോസ്റ്റ്ലി ആപ്ലിക്കബിൾ ഫോർ P ബ്ലോക്ക് എലമെൻറ്റ്സ്. ആൻഡ് P ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ജനറലി ഇതുപോലത്തെ എക്സാമ്പിൾസ് ആയിരിക്കും. അവിടെ ഈ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിൻ പോലത്തെ ആറ്റംസ് ആക്സിയൽ പൊസിഷനിലും ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ട എക്സാമ്പിൾസിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. വേറെ ഏത് എക്സാമ്പിളാണ്? ഞാൻ ഫ്ലൂറിൻ്റെ കേസാണ് കൂടുതൽ വരുന്നത്. ഇപ്പം അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളായിരുന്നു XeF2 എന്ന് പറയുമ്പോഴും ലോൺ പെയർ ഇവിടെ ബെൻസ് റൂള് അത്രയ്ക്കും വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കണം.
ഇതിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ എന്തായാലും അവർ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസ് റൂള് വരുമ്പോൾ അത് പി ബ്ലോക്ക് എലമെൻസിനാണ്. പി ബ്ലോക്ക് എലമെൻസിനാണെങ്കിൽ അവിടെ എന്തായാലും അത് ട്രയഗണൽ ബൈപിരമിഡൽ ആയിരിക്കണം. കാരണം നോക്കൂ, അവിടെ SN = 5 കേസായിരിക്കും. കാരണം നമുക്ക് ഓപ്ഷൻസിലുള്ളത് ആകെ ട്രയഗണൽ ബൈപിരമിഡലും സ്ക്വയർ പിരമിഡലുമാണ് ഉള്ളത്. കണ്ടോ? അപ്പോൾ രണ്ടും വരുന്നത് ഏതാണ്? SN = 5 അപ്പോൾ നമുക്ക് ബെൻസ് റൂൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സ്ക്വയർ പിരമിഡൽ കുറച്ചുകൂടി നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ അതിനേക്കാളും ബെൻസ് റൂൾ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ട്രയഗണൽ ബൈപിരമിഡൽ ആണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആക്സിയൽ പൊസിഷനിലാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഇത് വരുന്നത്. ഇൻ ഓർഡർ ടു അവോയ്ഡ്, കാരണം ഇപ്പോൾ ഇവിടെ ലോൺ പെയറും ഫ്ലൂറിനും ഉണ്ടല്ലോ. ഇവിടെ ലോൺ പെയറും ഉണ്ട്, ഫ്ലൂറിനും ഉണ്ട്. അപ്പോൾ ഇവരുടെ തമ്മിൽ റിപ്പൾഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും ഇലക്ട്രോൺ ഇതല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക? അത് ആക്സിയൽ പൊസിഷനിൽ ഫ്ലൂറിനെ വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി ഒരു പ്ലെയിനിലാണ്. ഇത് ഒരു പ്ലെയിനിലും ഇതും അതുപോലെ തന്നെ ഇത് ബെൻസ് റൂള് വന്നതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇത്രയും ഒരു പ്ലെയിനിൽ നിൽക്കുന്നു. അതിൻ്റെ പൊക്കത്തും താഴെയായിട്ട് ആക്സിയൽ പൊസിഷൻസിലാണ് ഈ ഫ്ലൂറിനും ഉള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി റിപ്പൾഷൻ കുറഞ്ഞ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് വരും. അപ്പോൾ ബെൻസ് റൂൾ അനുസരിച്ചിട്ട് വരുന്നത് പി ബ്ലോക്കിനാണ്. പി ബ്ലോക്കിൽ തന്നെ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രിയും അതുപോലെ തന്നെ ആക്സിയൽ ആയിരിക്കും ആക്സിയൽ പൊസിഷൻ ഫോർ ഇലക്ട്രോനെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂവൻസ്. അത് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റിമൂവൽ ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം NO മോളിക്യൂൾ റിസൾട്ട്സ് ഇൻ. ഇതിൽ ഏതൊക്കെ വരാം? ആൻ ഇൻക്രീസ് ഇൻ ദി ഫ്രീക്വൻസി ഓഫ് NO ഇൻ IR. ആൻഡ് EPR ആക്റ്റീവ് സ്പീഷീസ് ആണോ അവിടെ ഫോം ചെയ്യുന്നത്? EPR ആക്റ്റീവ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവണം? അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവണം. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. Electrons in the HOMO എന്ന് പറഞ്ഞാൽ highest occupied molecular orbital being closer to the oxygen than to the nitrogen 2p orbitals. അടുത്തത് electrons in the HOMO being closer to the nitrogen than to the oxygen 2p orbitals. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് molecular orbital diagram of NO ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ നൈട്രജൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഈ 2p ഇലക്ട്രോൺസ് നമ്മൾ ഇവിടെ വരയ്ക്കും. കമ്പാരിറ്റീവ്ലി ഓക്സിജൻ്റെ കുറച്ചുകൂടി ലോവർ ഇൻ എനർജി ആണ്. അത് അതിൻ്റെ 2p ഓർബിറ്റൽസ് ഇവിടെ വരയ്ക്കും. ഇനി ഇപ്പോൾ 1s-ഉം 2s-ഉം ഒന്നും നമ്മൾ വരയ്ക്കുന്നില്ല. ഇനി ഈ 2p തന്നെ 2px 2py 2pz മൂന്നെണ്ണം ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഫോം ചെയ്യും, ഒരു ലെവൽ മോളിക്കുലാർ ഓർബിറ്റൽ. ഇത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്ത് ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകും. അതാണ് സിഗ്മ മോളിക്കുലാർ ഓർബിറ്റലാണ്. നമുക്കതിനെ സിഗ്മ 2pz ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇത് സിഗ്മ 2pz. പിന്നെ അടുത്തത് 2px-ഉം 2py-യും 2py-യും രണ്ടിൻ്റെയും കൂടി അത് ഓവർലാപ്പ് ചെയ്ത് രണ്ടെണ്ണം ഉണ്ടായി. അപ്പം അതെന്താണ്? അത് പൈ 2px-ഉം പൈ 2py-യുമാണ്. അതുപോലെ തന്നെ ഇത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണെങ്കിൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ട്. അപ്പോൾ ആദ്യം
പൈ സ്റ്റാർ 2px ആൻഡ് പൈ സ്റ്റാർ 2py. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് ഈക്വൽ എനർജിയുമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അപ്പോൾ നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് അതിൽ വരുന്നത് 1, 2, 3 എണ്ണമാണ് വരുന്നത്. പി ഓർബിറ്റലിൽ 3 എണ്ണമാണ് വരുന്നത്. എസ് ഓർബിറ്റലും കൂടി ആകുമ്പോൾ 2 വന്നിട്ട് 5 ആവുന്നത്. എസ് ഓർബിറ്റൽ ഇവിടെ തന്നെ ലോവർ എനർജിയിൽ ഇരിപ്പുണ്ട്. ഓക്സിജനാണെങ്കിലും അതുപോലെ തന്നെ 1, 2, 3, ബട്ട് ദർ ഇസ് ആൻ എക്സ്ട്രാ ഇലക്ട്രോൺ, ദാറ്റ് ഇസ് 4 ഇലക്ട്രോൺ ഓക്സിജൻ്റെ 2sഉം ഇവിടെ ഉണ്ട്. അപ്പോൾ 4 + 2 6 ഇലക്ട്രോൺസ് ഓക്സിജനും 5 ഇലക്ട്രോൺ നൈട്രജനും വാലൻസ് ഇലക്ട്രോൺ. അങ്ങനെയല്ലേ നമ്മൾ ഇത്ര നേരം നോക്കൊണ്ടു വന്നു. ഇനി നമുക്കിതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. ഇത്രയും ആണ് നമ്മുടെ ഫിഗർ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ NOൻ്റെ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, NOയിലെ ഹോമോ എന്താണ്? അതൊരു ആൻറ്റി ബോണ്ടിങ് ആണ്. അത് പൈ സ്റ്റാർ 2px ആകാം, പൈ സ്റ്റാർ 2py ആകാം. ഓക്കെ, ഈ ഒരു സമയത്ത് അത് എന്താണ്, അൺപെയർഡ് ഇലക്ട്രോൺ അതിലുണ്ട് അല്ലേ? അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാലാണ് NO+ ആവുന്നത്. റിമൂവൽ ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം NO. NOൻ്റെ അല്ല ചോദിച്ചിരിക്കുന്നത്, NO+ൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ NO+ വരുമ്പോഴത്തേനും എന്താണ് ഇവിടെ വ്യത്യാസം വരുന്നത്? നമുക്ക് നോക്കാം. NO+ വരുമ്പോൾ ഇവിടെ ഈ ഇലക്ട്രോൺ പോകും. ഈ ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് വന്നത്? ആ ഇലക്ട്രോൺ മാറിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം, ഫിഗറിൽ മാറ്റി വരയ്ക്കരുത്. ഇപ്പം ഇതിൻ്റെ ഫിഗർ. അപ്പോൾ NO മാറ്റിയപ്പോഴത്തേനും ഏതാണ് ഇപ്പോൾ നമ്മുടെ ഹോമോ? ഇപ്പോഴത്തെ ഹോമോ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ പൈ 2px ഓർ പൈ 2py ആണ്. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ? അൺപെയർഡ് ഇലക്ട്രോൺ ഇസ് നോട്ട് പ്രസൻറ്റ്. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അത് ESR അല്ലെങ്കിൽ EPR ഇനാക്റ്റീവ് ആയപ്പോഴത്തേനും നമുക്ക് ബി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബി നമുക്കില്ല. അപ്പോൾ ബി വരുന്ന ഇതും ആയിരിക്കില്ല, ഇതും ആയിരിക്കില്ല. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം? എയോ ബിയോ ആകാം അല്ലേ? ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് നമ്മുടെ ഹോമോ അല്ലേ, സി ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഹോമോ ഈസ് ബീയിങ് ക്ലോസർ ടു ഓക്സിജൻ ദാൻ നൈട്രജൻ ആണോ, നൈട്രജൻ ദാൻ ഓക്സിജൻ ആണോ? ഇതാണ് നമ്മുടെ ഹോമോ. ഈ ഹോമോ എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലോസർ ടു ഓക്സിജൻ ആണ്, നൈട്രജൻ അല്ല. അപ്പോൾ ഇത് കറക്റ്റാണ്, സി ഈസ് കറക്റ്റ്. അപ്പോൾ സി കറക്റ്റ് ആവും എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ രണ്ടെണ്ണത്തിൽ ഇതാണ്. അപ്പോൾ നോർമലി എയും ശരിയാകണം. എ ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ശരിയാണ്, പക്ഷെ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ബോണ്ട് ഓർഡറിനെയാണ്. ഓക്കെ, ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്നാണ്. ഓക്കെ, അപ്പോൾ NOൻ്റെ കേസിൽ 1/2 ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയാണ്? 2, 4, 6 അല്ലേ? പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു അല്ലേ NOന്. ഇത് NO+ൻ്റെ ആണ് ഈ പടം. NO എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് എന്ന് പറയുമ്പോഴത്തേനും 1 ആയിരുന്നു. അപ്പോൾ 6 - 5 ദാറ്റ് ഇസ് 2.5. പക്ഷേ NO+ൻ്റെ കേസിലേക്ക് വന്നപ്പോൾ ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺസ് 6 ആണ്. പക്ഷേ ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് 0 ആയിപ്പോയി. ആ ഒരു ഇലക്ട്രോൺ പോയല്ലോ, അപ്പോൾ 3. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ടിൻ്റെ
അതിന് മുമ്പ് വേറൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1/2 പൈ റൂട്ട് ഓഫ് കെ ബൈ മ്യൂ. ഓക്കെ, ആൻഡ് ദാറ്റ് കെ is called as force constant. K is called as force constant. Force constant അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് റെഡ്യൂസ്ഡ് മാസ്. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി. ഏത് IR-ലൊക്കെ വരുന്ന ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ IR ഫ്രീക്വൻസി മ്യൂ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് കെ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കെ ആണെന്ന് പറയാം. അതിൻ്റെ അർത്ഥം കെ കൂടുമ്പോൾ മ്യൂവും കൂടും, ഫ്രീക്വൻസി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ അത് ഫോഴ്സ് കോൺസ്റ്റൻറ്റിൻ്റെ ആണ് കെ അല്ലേ. ആൻഡ് വേറൊരു റിലേഷൻ ഉണ്ട്, ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ബോണ്ട് ഓർഡർ ഇസ് ഓൾസോ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ ഇസ് റിലേറ്റഡ് ടു കെ. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് കെയിന് റിലേറ്റഡ് ആണ്. ബോണ്ട് ഓർഡർ കൂടും കെ കൂടുമ്പോൾ, മനസ്സിലായോ? അല്ലെങ്കിൽ നേരെ തിരിച്ച്, കെ കൂടുമ്പോൾ ബോണ്ട് ഓർഡർ കൂടും. നമ്മുടെ ഈ കേസിൽ ബോണ്ട് ഓർഡർ ആണ് കൂടിയത് അല്ലേ. ഇത് 2.5 ആയിരുന്ന NOയിൽ നിന്ന് അത് 3 ആയി. അപ്പോൾ ബോണ്ട് ഓർഡർ കൂടി. ബോണ്ട് ഓർഡർ കൂടിയപ്പോൾ കെ കൂടി. കെ കൂടി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മ്യൂ കൂടും. മ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി. അത് കൂടുമെന്നാണ് എ ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ മ്യൂ ഓഫ് NO ഉണ്ടാകും. അപ്പോൾ അതും ശരിയാണ്. സോ A and C is the correct answer. ഓക്കെ, അപ്പോൾ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ആ NMO ഡയഗ്രാം ഒന്ന് അറിഞ്ഞിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ എളുപ്പമുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് നെറ്റിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളല്ലാതെ പഠിച്ചിട്ടുള്ള നമ്മുടെ MSc-യിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഓക്സിജൻ്റെ മോളിക്കുലാർ മോളിക്കുലാർ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ എന്താ പറയുക കോൺഫിഗറേഷൻ നോക്കാം. കോൺഫിഗറേഷന് ഒരു ഇതില്ലേ, σ1s, σ*1s, σ2s, σ*2s, σ2pz, π2px is equal to π2py. Then there is π*2px അപ്പോൾ ഇത് ഓർഡർ ഇൻക്രീസിങ് ഓർഡറാണ്. ഈ എനർജി σ1s, σ*1s, σ2s, σ*2s, π2pz. ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ നോക്കിയത് ഈ ഓർഡർ ആയിരുന്നില്ലേ. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് σ2pz. NO മോളിക്യൂളിന് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടത് ഇവിടം തൊട്ടാണ്. σ2pz, π2px, π2py, σ*2px, π*2px, π*2py, σ*2pz എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ ഇനി ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 16 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്കിതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ 2, 4, 6, 8, 10, 12, 14. ഇനി ഈക്വൽ ആയതുകൊണ്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി ഇതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണം. ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ബോണ്ടിങ് മൈനസ് ആൻറ്റി ബോണ്ടിങ്. അപ്പോൾ ബോണ്ടിങ് ഇതിൽ ഏതൊക്കെയാണ്? ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇത് അല്ലേ, 2, 4, 6, 8, 10. ബോണ്ടിങ്ങിൽ 10. ബാക്കി 6 ആയിരിക്കുമല്ലോ ആൻറ്റി ബോണ്ടിങ്ങിൽ. 2, 4, 5, 6. അപ്പോൾ 4/2 ദാറ്റ് ഇസ് 2 ആണല്ലോ. ഓക്സിജൻ മോളിക്യൂൾ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയല്ലേ. അതിൻ്റെ ബോണ്ട് ഓർഡർ എന്താണ്? 2. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എത്ര ടൈപ്പ് ഇങ്ങനെ ബോണ്ട് ഉണ്ട്, എത്ര എഫക്റ്റീവ് ആണ് ആ ബോണ്ട് എന്ന് പറയുന്നത് അല്ലേ. പ്ലസ് 2 CC ബോണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഡബിൾ ബോണ്ടാണ് ഇതിനുള്ളത്. അപ്പോൾ O2-ൻ്റെ നമുക്ക് മനസ്സിലായി. ഇനി ബാക്കി ഓരോന്നും നമുക്ക് നോക്കണം. അപ്പോൾ ബാക്കി എന്താണുള്ളത്? O2+ നോക്കാം. O2+ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഒരെണ്ണം പോകും അല്ലേ. ഇതിൽ നിന്ന് ഒരെണ്ണം, ഇതിൽ നിന്ന് 1 ഇലക്ട്രോൺ ഇസ് ലോസ്റ്റ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 10 മൈനസ്, അത് ആൻറ്റി ബോണ്ടിങ്ങിൽ നിന്നാണ് പോയിരിക്കുന്നത്, 10 - 5.
ദാറ്റ് ഇസ് 2.5. കൂടിയല്ലേ? യെസ്. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് O2 മൈനസ്. O2 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് +1 ആയി മാറി. അപ്പോൾ 10 മൈനസ് 6 മാറി 7 ആയി. ദാറ്റ് ഇസ് 3/2. ദാറ്റ് ഇസ് 1.5 ആയി മാറി. അപ്പോൾ O2 മൈനസ് ആണെങ്കിലോ, O2 മൈനസ് എന്ന് പറയുമ്പോൾ O2 മൈനസ് എന്ന് പറയുമ്പോൾ ഇതിലും കൂടി ഒരെണ്ണം ആഡ് ചെയ്യപ്പെട്ടു. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഒന്നും കൂടി പറയുന്നു. 8. അപ്പോൾ 2/2 ദാറ്റ് ഇസ് 1 അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്താണ് നമുക്ക് ഒന്നും കൂടി നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഇൻക്രീസിങ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടു, അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ കെ വാല്യൂ കൂടണം. കെ വാല്യൂ കൂടുന്നത് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ഉള്ളത് ഏതിലാണ്? ഏറ്റവും കൂടുതൽ ഇപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു റേഞ്ചിലേക്ക് തന്നിരിക്കണേ, കുറവ് തൊട്ട് കൂടുതൽ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് O2 പ്ലസ് അല്ലേ? O2 പ്ലസിന് 2.5 ആണ് വാല്യൂ. പിന്നെ വരുന്നത് O2 2 ആണ് വാല്യൂ. പിന്നെ വരുന്നത് 1.5 O2 മൈനസ്. പിന്നെ വരുന്നത് O2 2 മൈനസ്. അപ്പോൾ ആ ഓപ്ഷൻ വരുന്നത് ഏതാണ്? O2 മൈനസ് O2 2 മൈനസ് 2 മൈനസ്. അപ്പോൾ 4A. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട, അല്ലെങ്കിൽ കാണാതെ അല്ല, ഇങ്ങനെ വർക്കൗട്ട് ചെയ്യേണ്ട. അതിന് പകരം ഒന്ന് ഓർത്തിരിക്കുക, O2-ൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാതെ 2 ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ആൻറ്റി ബോണ്ടിങ്ങിലാണെന്നും ഓർക്കുക. അപ്പോൾ ആൻറ്റി ബോണ്ടിങ് ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ബോണ്ടിങ് മൈനസ് ആൻറ്റി ബോണ്ടിങ് ആണ് അല്ലേ? ബോണ്ടിങ് മൈനസ് ആൻറ്റി ബോണ്ടിങ് ആണ്. അപ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിൽ നിന്ന് ഇലക്ട്രോൺസ് അത് മൈനസ് ചെയ്ത് പോലെ ആൻറ്റി ബോണ്ടിങ്ങിൽ നിന്ന് ഇലക്ട്രോൺസ് കുറയും തോറും ബോണ്ട് ഓർഡർ കൂടും. കണ്ടോ, 6-5 ആയപ്പോൾ ബോണ്ട് ഓർഡർ കൂടി. പക്ഷേ O2 മൈനസും O2 2 മൈനസും എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആർ ബീങ് ആഡഡ് ആൻഡ് ദേ ആർ ബീങ് ആഡഡ് ടു ദി ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. അപ്പോൾ 7ഉം 8ഉമായി അല്ലേ? അപ്പോൾ നോർമലായിട്ടുള്ള O2-ലേക്ക് എന്താ പറയുക, ഒരു ഇലക്ട്രോൺസ് പോകും തോറും, ഇപ്പോൾ O2 2+ എന്നൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. O2 2+ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് രണ്ടും പോകും അല്ലേ? അപ്പോൾ 4 ആകും. 4 പോകുമ്പോൾ 6/2 3 O3. അത് അങ്ങനത്തെ കേസ് ഉണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ കൂടുതൽ ചോദിക്കുന്നത് ഇതാണ്. അതിൻ്റെ അർത്ഥം ഇലക്ട്രോൺസ് പോകും തോറും, ഇപ്പോൾ O2+ ആയി O2 2+ ആയി അങ്ങോട്ട് പോകും തോറും ബോണ്ട് ഓർഡർ കൂടും. ബോണ്ട് ഓർഡർ കൂടിയാൽ ഫ്രീക്വൻസി കൂടും. പക്ഷേ ഇങ്ങോട്ട് വരും തോറും, ദാറ്റ് ഇസ് ഇലക്ട്രോൺസ് ബീങ് ആഡഡ് O2 മൈനസ് O2 2 മൈനസ് ഇലക്ട്രോൺസ് ആർ ബീങ് ആഡഡ് ടു ദി ആൻറ്റി ബോണ്ടിങ്. അപ്പോൾ ബോണ്ട് ഓർഡർ കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? മ്യൂവും കുറയും. അത് ഓർത്ത് വയ്ക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ മോളിക്യൂൾസ് ABCD അതിൻ്റെ മാച്ച് ദ ഫോളോയിങ് ആണ്. എന്താണ് അതിൻ്റെ? ഒന്നിൽ കൂടുതൽ ഒരേ സാധനം തന്നെ ആകാം. എന്നിട്ട് അതിനെ നമ്മൾ കറക്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കേസ് നോക്കാം. ഇതിൻ്റെ കേസ് നോക്കുമ്പോൾ സിനോൺ അല്ലേ? സിനോണിന് നമ്മൾ സാധാ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെക്കുന്നു. ഓക്കെ, ഒരു Fe ഉണ്ട് അല്ല, ഒരു F ഉണ്ട്. അതുകൂടെ പോലെ തന്നെ നമുക്ക് Xയിലേക്ക് ഡയറക്റ്റ്ലി ബോണ്ട് ചെയ്തിരിക്കുന്നത് ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ഓക്സിജനും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെയുള്ള ബാക്കി OSO2 F ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ബാക്കി എത്രയാണ്? 3 ലോൺ പെയറും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. സ്റ്റെറിക് നമ്പർ 5 എന്ന് പറയുമ്പോൾ ട്രൈഗണൽ ബൈപിരമിഡൽ ആവാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ ഈ 3 ലോൺ പെയർ എന്ന് പറയുന്നത് ഇക്വിറ്റോറിയൽ പൊസിഷൻ എടുക്കും പ്ലേനാർ അറേഞ്ച്മെൻറ്റിൽ അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിനോൺ ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ ആക്സിയൽ പൊസിഷനിൽ ഒരെണ്ണം ഫ്ലൂർ, ഒരെണ്ണത്തിൽ ഓക്സിജൻ ആൻഡ് ബാക്കി ഗ്രൂപ്പ് നമുക്ക് ഇങ്ങനെ ഓർക്കാം. OSO2 F ആണ്. ഇപ്പോൾ ഓക്സിജന് ചുറ്റിനും ഇപ്പോൾ വാട്ടർ മോളിക്യൂളിൽ പോലെ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് ഇരിക്കണേന്ന് നമുക്ക് സങ്കല്പിക്കാം. അത് എന്തായാലും നോക്കാം.
അപ്പോൾ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിക്കേ. ഇതിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇതെന്ന് പറയുന്നത് അതിൻ്റെ ജോമെട്രിയാണ്. ഓക്കെ, ജനറലി ഇതെന്താ നമ്മൾ ചോദിച്ചത്, ജോമെട്രിയാണ് ചോദിച്ചതെങ്കിലും അവർ പറഞ്ഞിരിക്കുന്നതെല്ലാം ലീനിയർ, പിരമിഡൽ, ടി ഷേപ്ഡ്, ബെൻഡ്, അതൊക്കെ ഷേപ്പ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ഷേപ്പിൽ തന്നെയാണ്. കാരണം TBP എന്തായാലും ചോദിച്ചിട്ടില്ല. പിരമിഡലും ട്രൈഗണൽ ബൈ പിരമിഡലും ആയിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ട്രൈഗണൽ ബൈ പിരമിഡൽ വേറെ, പിരമിഡൽ വേറെ. ഇതിൻ്റെ ജോമെട്രി TBPY ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കൂ. നമുക്ക് സിനോണിന് ചുറ്റിനുമുള്ള ഇതൊന്ന് നോക്കിയാൽ മതി. ഓക്സിജൻ്റെ അങ്ങോട്ടുള്ളത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് തൽക്കാലം നോക്കണ്ട. അപ്പോൾ ഇതൊരു ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ്, ലീനിയർ ജോമെട്രിയാണ്. സാധാരണ നമ്മൾ നേരത്തെ എഴുതിയ പോലെയൊക്കെ തന്നെ അയോഡിൻ്റെയൊക്കെ കേസിൽ I3- നമ്മൾ എഴുതിയ പോലെ തന്നെ ഒരു അറേഞ്ച്മെൻറ്റ്. അപ്പോൾ A എന്ന് പറയുന്നതിന് 1 ആണ് ആകുന്നത്. 1 ഇസ് ലീനിയർ. ഇനി ഇതുപോലെ തന്നെയാണ് ഇതും. Fe എന്താണ് അവിടെ വ്യത്യാസം? അവിടെ ഒരു F ഉണ്ട്, അതുപോലെ തന്നെ ഒരു നൈട്രജൻ ഉണ്ട്. പക്ഷെ നൈട്രജൻ്റെ വാലൻസി 3 അല്ലേ, ഓക്സിജൻ വാലൻസി 3 അല്ല. നൈട്രജൻ്റെ ചുറ്റിനും 3 എണ്ണം വേണമല്ലോ, 3 ഗ്രൂപ്പ്സ്, 3 ബോണ്ട് ഫോം ചെയ്യുന്നില്ലേ നൈട്രജൻ. ഓക്സിജൻ ആണെങ്കിൽ 2 എണ്ണം ഉള്ളൂ, അതുകൊണ്ടാണ് ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും. ഇനി ഇതിന് ചുറ്റിനുമാണെങ്കിൽ O ബോണ്ടോ ഡബിൾ ബോണ്ടോ, O ഇല്ല അവിടെ, സോറി, നൈട്രജൻ, സൾഫർ, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, F ആൻഡ് ഇങ്ങനെയാണ് ആ മോളിക്യൂൾ ഇരിക്കണേന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് ബാക്കിയൊക്കെ സെയിം തന്നെ. ബാക്കി എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്? ഇലക്ട്രോൺസ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ കമ്പയർഡ് ടു സിനോൺ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്താണ്? അതും ലീനിയർ ആണ്. ഇതും TBPY ആണ്. അതിൻ്റെ ജോമെട്രി ഇതും ലീനിയർ ആണ്. അല്ലാതെ ഇത് ടി ഷേപ്ഡ് അല്ല, ഇത് ബെൻഡ് അല്ല. അപ്പോൾ എന്തായാലും പിരമിഡലുമല്ല. പിരമിഡൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ അമോണിയയൊക്കെ പോലെ ഇങ്ങനത്തെ ഷേപ്പാണ് പിരമിഡലായിട്ട് വരുന്നത്. അതുമല്ല, ഇത് സിനോൺ ഇവിടെ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇത് വെച്ച് നോക്കിയാൽ കൺഫ്യൂഷൻ വരാം. പക്ഷേ ഇത്രയും ഇത് വെച്ച് നോക്കുമ്പോൾ അതെന്തായാലും ലീനിയറാണ്. നമുക്കിത് ലോൺ പെയറും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് B എന്ന് പറയുന്നതും 1 ആണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഏതാണ്? Aയും 1 ആണ്, Bയും 1 ആണ്. അപ്പോൾ ഇതും ആകാം, ഇതും ആകാം അല്ലേ, ഇത് രണ്ടും അല്ല. ഇനി അപ്പം നമുക്ക് XCO3 നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഇത്രയും നേരം നോക്കിയതാണ്, കഴിഞ്ഞ ക്ലാസ്സിലും നോക്കിയതാണ്. XCO3യുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതിനൊരു വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളത്, വാലൻസ് അല്ല, ഒരു ലോൺ പെയർ ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹിഡ്രലും, പക്ഷേ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് അത് പിരമിഡലുമാണെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ C എന്താണ്? C എന്ന് പറയുന്നത് 2. ഓക്കെ, അടുത്തത് XCO2F2 അല്ല OF2, അതും നമ്മൾ പഠിച്ചതാണ്. XCOF2 നമ്മൾ പഠിച്ചതാണ്. XCO2F2 ആണ് പഠിച്ചത്. XCOF2 എന്ന് പറയുമ്പോഴും അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 2 ഫ്ലൂറിൻ ഇവിടെ ഉണ്ട്. XCO2F2 ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ, ഒരു ലോൺ പെയർ വെച്ചിട്ട്. പക്ഷേ ഇപ്പം നമുക്കുള്ളത് എന്താണ്? അപ്പോൾ 2 ലോൺ പെയറും ഒരു ഓക്സിജനും ആണുള്ളത്. ഇത് XCO2F2. ഓക്കെ, ഇത് XCO2F2. നമുക്കിപ്പോൾ ഉള്ളത് XCOF2 ആണ്. അപ്പം നമ്മുടെ ഇത് വ്യത്യാസം വരും. നമ്മുടെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടോ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൾഷൻ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഇക്വറ്റോറിയൽ പൊസിഷനിലേക്ക് വെച്ചു. ഇപ്പം ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, സിനോണിൻ്റെ ചുറ്റിനും ഉള്ള ഷേപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു T ഷേപ്പ് അല്ലേ, ഇങ്ങനെ ഒരു T ഷേപ്പാണെന്ന് പറയാം. T ഷേപ്പ്. ഓക്കെ, എന്തായാലും ബെൻഡല്ല,
ബെൻഡ് ഷേപ്പ് അല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? അപ്പോൾ നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത് 1. A is linear, B is linear, C is pyramidal. ഇത് പിരമിഡലും അല്ല, ഇത് ടി ഷേപ്പാണ്. അതുപോലെ തന്നെ എന്തായാലും ബെൻഡും അല്ല, ബെൻഡ് ഷേപ്പും അല്ല. ബെൻഡ് ഷേപ്പ് വാട്ടർ മോളിക്യൂള് പോലത്തേനാണ്. ബെൻഡ് ഷേപ്പ് വാട്ടർ മോളിക്യൂള് പോലെ ഇങ്ങനെ ഇരിക്കത്തില്ലേ? അതിൻ്റെ ലോൺ പെയർ, 2 ലോൺ പെയർ എങ്കിലും ഉണ്ടാകും. 2 ബോണ്ടഡ് ആറ്റം മാത്രം ഉള്ളപ്പോൾ പോലെ വരുന്നതാണ് ബെൻഡ് ഷേപ്പ്. അപ്പോൾ ബെൻഡ് ഷേപ്പും അല്ല, കാരണം വാട്ടർ മോളിക്യൂൾ എന്ന് പറയുമ്പോഴത്തേനും അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾ ബെൻഡ് ഷേപ്പായിട്ടാണ് ഇരിക്കുന്നത്. അതിവിടെ ചോദിച്ചിട്ടില്ല. അപ്പോൾ സി ഡി. അപ്പം നമ്മുടെ ഓപ്ഷൻ 3. അപ്പോൾ അത് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഷേപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്രോപ്രിയേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞെങ്കിലും അവിടെ ചോദിച്ചിരിക്കുന്നത് ഷേപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബോണ്ട് ആംഗിൾസ് ഇൻ ഗേഷ്യസ് NF3, SbF3 ആൻഡ് SbCl3 ഫോളോ ദ ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോണ്ട് ആംഗിളില്ലേ, ബോണ്ട് ആംഗിളിൻ്റെ ഒരു 2 പ്രോപ്പർട്ടി ഉണ്ട്. ബോണ്ട് ആംഗിൾ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇലക്ട്രോനെഗറ്റിവിറ്റി of central atom. ഓക്കെ, ഇപ്പം NSB, SBയിലൊക്കെ ആണെങ്കിൽ സെൻട്രൽ ആറ്റം നൈട്രജൻ SB ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതേ ബോണ്ട് ആംഗിൾ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സൈഡ് ആറ്റം. സൈഡ് ആറ്റം എന്ന് നമുക്ക് പറയാൻ എളുപ്പത്തിൽ പറഞ്ഞതാണ്. ഇപ്പോൾ സൈഡ് ആറ്റം ഇതിൽ ഫ്ലൂറിൻ, ക്ലോറിൻ അങ്ങനെ. സൈഡ് ആറ്റത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ ബോണ്ട് ആംഗിൾ കുറയും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്കുള്ളത് നൈട്രജൻ ഉണ്ട് സെൻട്രൽ ആറ്റം, SB ഉണ്ട് സെൻട്രൽ ആറ്റം. ഓക്കെ, സെൻട്രൽ ആറ്റം. ഇതിൽ കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് നൈട്രജൻ. അപ്പോൾ എന്തായാലും നൈട്രജനായിരിക്കും, ദാറ്റ് ഇസ് NF3 ആയിരിക്കും കൂടുതൽ ബോണ്ട് ആംഗിൾ വരുന്നത്. അതാണ് ഫസ്റ്റ് റൂള് വെച്ചിട്ട് നമുക്ക് കിട്ടിയത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SB, രണ്ടും SB ആണ്. SbF3 ഉണ്ട്, SbCl2 ഉണ്ട്. അപ്പോൾ SbF3 Cl3 ആണ്. അപ്പോൾ ഇത് സൈഡ് ആറ്റം ആയല്ലേ. അപ്പോൾ സൈഡ് ആറ്റം ബോണ്ട് ആംഗിൾ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് സൈഡ് ആറ്റം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? ഫ്ലൂറിൻ. അപ്പോൾ ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ, അതായത് SbF3ക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ ബോണ്ട് ആംഗിൾ കുറവായിരിക്കും. അപ്പോൾ ഏറ്റവും കുറവുള്ളത് SbF3ക്കും, നടുക്ക് വരുന്നത് ഏതാണ്? SbCl3. ഇത് തിരിച്ചോ മറിച്ചോ എങ്ങനെയാണ് ആ ഓർഡർ വരുന്നത്? NF3ക്ക് ഏറ്റവും കൂടുതൽ, പിന്നെ SbCl3, പിന്നെ SbF3. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള സെൻട്രൽ ആറ്റത്തിന് ആദ്യത്തെ ഇത് കിട്ടും. അപ്പോൾ സെൻട്രൽ ആറ്റം 2 സെയിം ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് സൈഡ് ആറ്റമാണ്. സൈഡ് ആറ്റത്തിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ. സൈഡ് ആറ്റത്തിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ അതിന് ബോണ്ട് ആംഗിൾ കുറവായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2020 ചോദിച്ചതാണ്. PSCPR തിയറി അനുസരിച്ചിട്ട് SO3ൻ്റെയും CO3ൻ്റെയും BrF4 മൈനസിൻ്റെയും എന്താണ് അതിൽ വരുന്നത് അതിൻ്റെ സ്ട്രക്ചർ അല്ലേ? അപ്പോൾ CO3 നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടതാണ്. അതെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞ് വരുന്നതെന്ന് നമ്മൾ ജസ്റ്റ് കണ്ടതാണ്. ദാറ്റ് ഇസ് അവിടെ SN അത് 2- എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ SN എന്ന് പറയുന്നത് 3 ആണ്. 3 എന്ന് പറയുമ്പോൾ അത് ട്രയഗണൽ പ്ലേനാർ ആണ് നമ്മൾ കണ്ടതാണ്. ഇത് തന്നെയാണ് ജോമെട്രിയും, ഇത് തന്നെയാണ് അതിൻ്റെ ഷേപ്പും.
അപ്പോൾ ട്രൈഗണൽ പ്ലേനാർ വരുന്ന 2 ഓപ്ഷൻ ഉണ്ടല്ലേ, ഇതുകൊണ്ട് ഇതുകൊണ്ട്. കാരണം നമ്മൾ ഓരോന്ന് ചെയ്ത് നോക്കി കിട്ടുന്നതിനേക്കാളും നമുക്ക് അറിയാവുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നല്ലേ കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് SO3 നോക്കാം. അപ്പോൾ SO3 നോക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ട് സൾഫർ എന്ന് പറയുമ്പോൾ O3 2- അല്ലേ. 2- എന്ന് പറയുമ്പോൾ എക്സ്ട്രാ 2 ഇലക്ട്രോണും കൂടി ഉണ്ട്. അപ്പോൾ ഓക്സിജൻ ഓക്സിജൻ ഓക്സിജൻ. അപ്പോൾ SO3 മാത്രമായിരുന്നെങ്കിൽ നമ്മളത് പഠിച്ചായിരുന്നു. അത് ഇങ്ങനെ വന്നിട്ട് അത് പ്ലേനാർ ആയിരുന്നു. ബിക്കോസ് അതിനും SN പ്ലേനാറും ട്രൈഗണൽ പ്ലേനാറും സെയിം ആണ്. SN = 3 എന്ന് പറഞ്ഞ് കിട്ടിയത്. പക്ഷെ ഇവിടെ എന്താണ്, SN = 4. SN 4 ആണെങ്കിൽ ജോമെട്രി വിൽ ബി ടെട്രാഹിഡ്രൽ. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, SO O O ആൻഡ് ദർ വിൽ ബി എ ലോൺ പെയർ ലൈക്ക് ദിസ് അല്ലേ. അതിൻ്റെ കൂടെ 2-. അപ്പോൾ ഇങ്ങനെ വന്നാൽ അതിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അത് പിരമിഡൽ ഷേപ്പാണ്. പിരമിഡലാണ് അതിൻ്റെ ഷേപ്പ്. ഇത് ട്രൈഗണൽ പ്ലേനാറാണ്. അപ്പോൾ ട്രൈഗണൽ പ്ലേനാറും പിരമിഡൽ ഷേപ്പും രണ്ടും സെയിം തന്നെ കണ്ടോ. അപ്പോൾ പിന്നെയും നമുക്ക് അവിടെ നോക്കാൻ ഇതില്ല. അടുത്തത് BrF4 എന്തായാലും നോക്കണം. അപ്പോൾ BrF4- Br 1 2 3 4 Brൻ്റെ ഒരെണ്ണം കൂടാതെ വേറെ എക്സ്ട്രാ ഒരു F4- വന്നതുകൊണ്ട്, അതായത് ഒരു ഇലക്ട്രോണും കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ 1 2 3 4 പ്ലസ് 2 അല്ലേ. അപ്പോൾ SN = 6 ആവുമ്പോൾ ഒക്ടാഹിഡ്രൽ ജോമെട്രി പോലെ നമ്മൾ അതിനെ വരയ്ക്കും. ഒക്ടാഹിഡ്രൽ. പക്ഷേ നമുക്ക് അതാണ് അതിൻ്റെ ജോമെട്രി. പക്ഷേ ബ്രോമിൻ ഫ്ലൂറിൻ 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 ഇങ്ങനെ വരയ്ക്കും അല്ലേ. ടെട്രാഹിഡ്രൽ ലാസ്റ്റ് ഓപ്ഷൻ ഏതാണ്, ടെട്രാഹിഡ്രൽ ആണോ സ്ക്വയർ പ്ലേനാർ ആണോ എന്നല്ലേ. SN 6 വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്തായാലും ടെട്രാഹിഡ്രൽ ആവാൻ ചാൻസ് കുറവാണ്. നോക്കാം. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ ലോൺ പെയറിനെ നമ്മൾ നോക്കത്തില്ല. ഷേപ്പ് നോക്കാൻ നേരത്ത് നമ്മൾ ലോൺ പെയർ നോക്കത്തില്ല. അപ്പോൾ ഇതെന്താണ് നമുക്കുള്ളത്, സ്ക്വയർ പ്ലേനാർ. സ്ക്വയർ പ്ലേനാർ അറേഞ്ച്മെൻ്റ് ആണ്, ടെട്രാഹിഡ്രൽ അറേഞ്ച്മെൻ്റ് അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്, ട്രൈഗണൽ ബൈപിരമിഡൽ ഓഫ് SO3 ആൻഡ് CO3യുടെ ട്രൈഗണൽ പ്ലേനാർ ആൻഡ് ഇതിൻ്റെ സ്ക്വയർ പ്ലേനാർ. ഓക്കെ. അതിൻ്റെ കൂടെ വരയ്ക്കുമ്പോൾ മൈനസ് ചാർജ്, എക്സ്ട്രാ മൈനസ് ചാർജ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ഓൾ ദി ആറ്റംസ് ഇൻ സയനോജൻ അസൈഡ് ആൻഡ് തയോസൈനോജൻ. അപ്പോൾ നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഇതിൽ സയനോജൻ എന്താണ് തയോസൈനോജൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ സയനോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറലി അറിയാം, അത് CN ഗ്രൂപ്പിനെയാണ് അവർ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ സയനോജൻ. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ സയനോജൻ അസൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് സംതിങ് N3 അല്ലേ, N3 ആണ്. അപ്പോൾ സയനോജൻ അസൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് N triple bond C and there is nitrogen double bond nitrogen ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അതിൻ്റെ കൂടെ ചാർജ് ഉണ്ട്. അതായത് ഈ നൈട്രജന് ഒരു എണ്ണം കുറവല്ലേ, ഒരു ബോണ്ട് കുറവല്ലേ, അതിനൊരു മൈനസ് ചാർജും അതുപോലെ ഇതിനൊരെണ്ണം കൂടുതലുള്ളതുകൊണ്ട് ഇതിനൊരു പ്ലസ് ചാർജുമായിട്ടാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ടോട്ടൽ നമ്പർ നമ്മൾ നോക്കുവാണെങ്കിൽ 1 2 അല്ലേ, 1 2 3 4 5 5 നൈട്രജൻ്റെ ചുറ്റിനുണ്ട് അല്ലേ. അപ്പോൾ ബാലൻസ് ഫിൽഡായി. കാർബണിനുണ്ടോ, ഇല്ല. 1 2 3 4 കറക്റ്റ്. നൈട്രജന് 1 2 3 4 5 ഇതിൻ്റെ ഫില്ലായി. ഇതിൻ്റെ കേസിലാണെങ്കിൽ 1 2 3 4 പക്ഷേ പ്ലസ് ചാർജ് അല്ല, പോയി അല്ലേ.
അത് പോയി അല്ലേ. അതായത് 1 2 3 4 5 വരെ ഉണ്ടായിരുന്നു ചുറ്റിനും +1 ചാർജ്. അതായത് ഇത് ബോണ്ട് ഫോം ചെയ്യാനും കൂടി എടുത്തതുകൊണ്ട് +1. അപ്പം അതിന് ഒന്നുമില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ 1 2 3 4 5 ഉണ്ടായിരുന്നു അല്ലേ. 5ൻ്റെ കൂടെ ഈ മൈനസ് ചാർജിൻ്റെ ഒരെണ്ണം കൂടി വരില്ലേ. ഓക്കെ, അതായത് ആക്ച്വലി എന്താ സംഭവിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈട്രജൻ്റെ 1 2 3 4 5 അല്ല 1 2 3 4 അഞ്ചാമത്തെ ഒരെണ്ണം കൂടി ഉണ്ടായില്ലേ. ആ അഞ്ചാമത്തത് ശരിക്കും ഇങ്ങോട്ടാണ് ഡൊണേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് പ്ലസ് ചാർജ് വന്നു. ആ ഒരെണ്ണം ഇവിടെ എക്സ്ട്രാ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിന് മൈനസ് ചാർജ് വന്നു. മൈനസും പ്ലസ് ചാർജും ഉണ്ട്. അപ്പോൾ ഇതിന് ഓൾറെഡി ഉണ്ടായിരുന്ന ബാലൻസിൽ 1 2 3 4 5 അതിൻ്റെ കൂടെ ഈ മൈനസും കൂടി ചേർന്ന് 6 ആയി. ഓക്കെ, അപ്പോൾ ഇനി ടോട്ടൽ നമുക്ക് എണ്ണാം എത്ര ലോൺ പെയർ ഉണ്ട്. 1 2 3 4 4 ലോൺ പെയർ ആണ് സൈനോജൻ എസൈഡിനുള്ളത്. 4 ലോൺ പെയർ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് തയോസൈനോജൻ. തയോസൈനോജൻ്റെ ഫോർമുല എന്ന് പറയുന്നത് സൈനോജൻ ഇതാണ്, തയോസൈനോജൻ എസ്, പക്ഷേ SCN2 എന്നാണ്. SCN2. അപ്പോൾ ഇതാണ് തയോസൈനോജൻ, ഇമ്പോർട്ടൻ്റ് ആണ്. സൈനോജൻ എസൈഡും അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഡബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു സൾഫർ സൾഫർ ബോണ്ട് ഉണ്ട്. കൂടാതെ നമ്മുടെ സാധാരണ C ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ, അതുപോലെ C ട്രിപ്പിൾ ബോണ്ട് നൈട്രജൻ. ഇനി ഇവിടുത്തെ ലോൺ പെയർ നമുക്ക് നോക്കാം. 1 2 3 4 5. ഓക്കെ, ഇതിൻ്റെ ഓക്കെ. ഇതിൻ്റെ ആണെങ്കിൽ 1 2 3 4 3 4 5 1 2 3 4 5 6. ഓക്സിജൻ്റെ പോലെ തന്നെയല്ലേ, 6 വാലൻസ് ഇലക്ട്രോൺസ്. 1 2 3 4 5 6. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കുമല്ലോ. പക്ഷേ കുറച്ചുകൂടി എളുപ്പത്തിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. അതിൻ്റെ ചുറ്റിനുള്ള വാലൻസ് ഇലക്ട്രോൺസ് വെച്ചിട്ട് അങ്ങനെയാണല്ലോ കോവാലൻ ബോണ്ടിങ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആണെങ്കിൽ മൊത്തം 5 വാലൻസ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ടോട്ടൽ 8 ബോണ്ട് ഫോർമേഷൻ എന്നുള്ള രീതിയിലെങ്കിലും നോക്കണം. അല്ല, 8 ഇലക്ട്രോൺസ് എങ്കിലും ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവണമെന്നെങ്കിലും നോക്കണം. 1 2 3 ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണോന്ന് നോക്കുമ്പോൾ ഫുള്ളായിട്ട് എണ്ണണം. 1 2 3 4 5 6 7 8 അല്ലേ. കാർബണിനാണെങ്കിലും 1 2 3 4 5 6 7 8 അതുപോലെ. അപ്പോൾ എനിവേസ്, ഇപ്പോൾ നമുക്കിവിടെ 1 2 3 4 5 6 6 അല്ലേ. ഇവിടെ നമുക്ക് കിട്ടിയത് 6 ലോൺ പെയർസ്. അപ്പോൾ സൈനോജൻ എസൈഡ് ആൻഡ് തയോസൈനോജൻ. അപ്പോൾ 4 and 6 4 and 6 വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലേതിനൊക്കെയാണ് സീസോ ഷേപ്പ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ SF4 നമുക്ക് നോക്കാം. SF4 എന്ന് പറയുന്നതിൽ നമ്മൾ ഇത്ര നേരം നോക്കിയ കേസിൽ പോലെ തന്നെ SF4ൻ്റെ സ്റ്റെറിക് ഫാക്ടർ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 5 അല്ലേ. യെസ്, അതിന് 1 2 3 4 5 6 അല്ലേ. അപ്പോൾ 1 2 3 4 എണ്ണം ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 2 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ SN = ബാക്കി ഒരു മിനിറ്റ്. S 1 2 3 4 5 6. അപ്പോൾ ഒരു ഫ്ലൂറിൻ 2 ഫ്ലൂറിൻ 3 ഫ്ലൂറിൻ എല്ലാം ഫ്ലൂറിൻ പോയതിന് ശേഷം അപ്പോൾ 1 2 3 4 5 അല്ലേ. SN = 5. 5 എന്ന് പറയുമ്പോഴത്തേനും ട്രൈഗണൽ ബൈപിരമിഡൽ. ട്രൈഗണൽ ബൈപിരമിഡലിൽ അതെങ്ങനെ നിൽക്കും? S F F ഒരെണ്ണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. നമ്മൾ നേരത്തെ കണ്ട സെനോൺ ഫ്ലൂറൈഡ് ഇങ്ങനെ നിന്നപ്പോൾ നമ്മൾ പറഞ്ഞില്ല, അതൊരു ബെൻഡല്ല, അത് ഇങ്ങനെ റിപ്പൾഷൻ കാരണം എന്ത് സംഭവിക്കും? അത് സീസോ ഷേപ്പ് ആവും. അതുപോലെ തന്നെ ഇതല്ലേ. അപ്പോൾ ട്രൈഗണൽ ബൈപിരമിഡലാണ്, ഇതിന്
എന്ത് സംഭവിക്കും? ഇതിൻ്റെ ജോമെട്രി ഡയഗണൽ ബൈപിരമിഡൽ ആണെങ്കിലും അത് എക്സിസ്റ്റ് ചെയ്യുന്നത് സീസോ ഷേപ്പിലാണ്. കാരണം ഈ റിപ്പൾഷൻ കാരണം. അപ്പം അത് കുറച്ച് അങ്ങോട്ട് ബെൻഡായി പോകും. ബെൻഡായിട്ട് വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇങ്ങനെ ആയിട്ടിരിക്കുമായിരിക്കും കുറച്ചുകൂടി. അപ്പം അത് എന്താണ്? ഒരു സീസോ അറൗണ്ട് ദ പിവറ്റ്. ഇത് ഒരു സീസോ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ SF4 എന്തായാലും സീസോ ഷേപ്പാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ClO4 മൈനസ്. ClO4 മൈനസ് എന്ന് പറയുമ്പോൾ Clന് 1 2 3 4 5 6 7 മൈനസും കൂടി ആയതുകൊണ്ട് 8. O4 എന്ന് പറയുമ്പോൾ എല്ലാത്തിലും O വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും Sn is equal to 4, that is tetrahedral. അപ്പോൾ Cl O O O O മൈനസ്. അതും ടെട്രാഹെഡ്രൽ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അത് പറ്റത്തില്ല. അടുത്തത് FClO4. അതും ഇതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. FClO4നും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് വരില്ലേ? ഒരെണ്ണം ഫ്ലൂറിനാകുന്നേ ഉള്ളൂ. അപ്പോൾ ഡബിൾ ബോണ്ടോ ഫ്ലൂറിൻ, ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് ഫ്ലൂറിൻ, ഡബിൾ ബോണ്ടോ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ അതും എഗെയിൻ കാരണം അതും Sn is equal to 4 തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് IF4 പ്ലസ്. അതിന് മുമ്പ് ഐയുടെ നോക്കാം. 1 2 3 4 5 6 7. അപ്പോൾ IF4 ആണെങ്കിൽ 1 2 3 4 ഇതാണ് IF4. പക്ഷെ IF4 പ്ലസ് ആകുമ്പോൾ ഇതും ഇല്ല. ഓക്കെ, അതും പോയി. ഓക്കെ, അപ്പോൾ അതും പോയി കഴിഞ്ഞപ്പോൾ ബാക്കി എന്താ ഉള്ളത്? F and a lone pair. അപ്പോൾ this is like Sn is equal to 5. Sn 5 ആണെങ്കിൽ IF ശ്രദ്ധിച്ചായിരുന്നല്ലോ, IF4 ആയിരുന്നെങ്കിൽ ഒരു ഇലക്ട്രോണും കൂടി ഉണ്ട്. IF4 പ്ലസ് ആയപ്പോൾ ആ ഇലക്ട്രോൺ പോയി. 1 2 3 4 5 6 7 ഹാലജൻസിന് 7ാമത്തെ ഇലക്ട്രോൺ പോയി. അപ്പോൾ 6 എണ്ണം. 6 എണ്ണത്തിൽ 4 എണ്ണം ഫ്ലൂറിനായി, ബാക്കി ഒരെണ്ണം ഉണ്ട്. അപ്പോൾ Sn is equal to 5 ആണ്. അത് അഗെയിൻ ഇതുപോലെ തന്നെ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അയോഡിൻ ഫ്ലൂറിൻ 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 ഫ്ലൂറിൻ. അപ്പോൾ ഇതും അതുപോലെ തന്നെ സീസോ ഷേപ്പിലേക്ക് വരും. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എത്ര സ്പീഷീസ്, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സ്പീഷീസ് ഹാവിങ് എ സീസോ? അപ്പോൾ 2, ദാറ്റ് ഇസ് A. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാം. ഇത് ജൂലൈ 2024 ചോദിച്ചതാണ്. അപ്പോൾ അതിൽ വാട്ടർ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം നോക്കണം. അപ്പോൾ അത് ആദ്യം നോക്കാം. അപ്പോൾ അതിൽ വാട്ടർ മോളിക്യൂളിൽ H2O 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓക്സിജൻ്റെ ഈ സൈഡിൽ വരയ്ക്കുന്നു, ഹൈഡ്രജൻ്റെ ഈ സൈഡിൽ വരയ്ക്കുന്നു. ഓക്കെ, ഓക്സിജൻ്റെ 2s-ഉം 2p-യും നമ്മൾ വരയ്ക്കണം. കാരണം ഹൈഡ്രജൻ്റെ 1s-ഉം 2s-ഉം ഉണ്ടല്ലോ, എന്നാലല്ലേ ഓവർലാപ്പൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ രണ്ടിനെയും വരയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്ന് മെമ്മറൈസ് ചെയ്ത് വെച്ചാലും മതി. അതായത് ഓക്സിജൻ്റെ 2p ഓർബിറ്റൽസ് 2px 2py 2pz. അതിപ്പോൾ എങ്ങനെ ആയാലും ഇരിക്കട്ടെ. അല്ലെങ്കിൽ 2p, ഒരു മിനിറ്റ്, എക്സ്പ്ലനേഷനിൽ അവർ കാണിച്ചിരിക്കുന്നത് അത് ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ 2s ഓർബിറ്റലും ഉണ്ട്. 2s ഓർബിറ്റലും ഉണ്ട്. ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലല്ലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ 2s എന്ന് ഞാൻ പറഞ്ഞു, ശരിക്കും 2 ഹൈഡ്രജൻ്റെ 1s എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഇവിടെ 2s ഓർബിറ്റലും വരച്ചു, 2 ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും വരച്ചു. ഈ അക്കോർഡിംഗ് ടു മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അവർ പറയുന്നത് 1s-നും 2p-ക്കും ഓൾമോസ്റ്റ് സെയിം എനർജിയാണ്, അതുകൊണ്ട് അവരെ ഇങ്ങനെ വരച്ചു എന്നാണ്.
ഇങ്ങനെയാണ് നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരുന്നത്. അപ്പോൾ 2s ഓവർലാപ്പ് ചെയ്യാൻ ഹൈഡ്രജൻ്റെ ഓർബിറ്റൽ ഇല്ല, അപ്പോൾ അത് ഇങ്ങനെ തന്നെ നിൽക്കും. അതുപോലെ തന്നെ 2pxഉം 1sഉം കൂടിയിട്ട് 2 ഓർബിറ്റലാണ് ഇവിടെ ഉള്ളത്, ഇവിടെ 3 ഓർബിറ്റലാണുള്ളത്. 2pxൻ്റെ ഓർബിറ്റൽ 1sൻ്റെ ഒരു ഓർബിറ്റലും കൂടി ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകും. അതുപോലെ അടുത്ത ഒരെണ്ണം ഓവർലാപ്പ് ചെയ്തിട്ട് അടുത്തൊരു മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകും. ഇനി ഒരു ഓർബിറ്റൽ ഉണ്ടല്ലോ, അതിന് ഓവർലാപ്പ് ചെയ്യാനൊന്നുമില്ല, അപ്പോൾ അതിങ്ങനെ നോൺ ബോണ്ടിങ് ഓർബിറ്റലായിട്ടിരിക്കും. ഇനി അതുപോലെ തന്നെ ഇവരുടെ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസും ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കേസിലുള്ളത്. ഓക്കെ, ഇനി ഇവരിൽ നമുക്ക് ഇത് സിഗ്മ, ഇതും സിഗ്മ, ഇത് നോൺ ബോണ്ടിങ്, ഇതും നോൺ ബോണ്ടിങ്, അതുപോലെ തന്നെ ഇത് സിഗ്മ സ്റ്റാർ, ഇതും സിഗ്മ സ്റ്റാർ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഒരു ഓവർലാപ്പിന് അവരൊരു കോഡും കൊടുക്കാറുണ്ട്. കോഡ് എക്സാക്ട്ലി അതിൻ്റെ കൊടുത്തതിൻ്റെ റീസൺ ഇപ്പോൾ പറഞ്ഞാൽ ഇച്ചിരി കൺഫ്യൂഷൻ ആകും, അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. ഇത് ഇത് B1, ഇത് A1, ഇത് A2, ഇത് A1, ഇത് B2, A1 B1, സോറി അതായത് സിഗ്മ B1 സിഗ്മ A1. നോൺ ബോണ്ടിങ്ങിന് A2 ആണ്, NB_A2 എന്നല്ല, നോൺ ബോണ്ടിങ് ആണ് അത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സിഗ്മ B1 സിഗ്മ A1, നോൺ ബോണ്ടിങ് A2, സിഗ്മ സ്റ്റാർ A1 സിഗ്മ സ്റ്റാർ B1. അത് അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്തായാലും ഡയഗ്രാം വരയ്ക്കാൻ നേരത്തെ ഈ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക, ഇത് മനസ്സിലാക്കാൻ ഇതിൻ്റെ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. എന്നാലും ഓർത്ത് വയ്ക്കുക, B1 A1 A1 B1, സിഗ്മ 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 സ്റ്റാർ സിഗ്മ സ്റ്റാർ, അതിൻ്റെ നടുക്കൊരു A2, ദാറ്റ് ഇസ് നോൺ ബോണ്ടിങ്. അത്ര ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഹൈഡ്രജന് ഓരോന്ന് വെച്ചിട്ടുണ്ട്. 2s എത്രയാണുള്ളത്? 2sന് 2 എണ്ണം ഉണ്ട് അല്ലേ? 2sൽ 2 ഇലക്ട്രോൺ ഉണ്ട്, അത് നോൺ ബോണ്ടിങ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇവിടെ നമുക്കുള്ളത് ഓക്സിജനിൽ 4 ഇലക്ട്രോൺ ഇല്ലേ? 1 2 3 4. ഇതിൽ 2 എണ്ണം വെച്ച്, അപ്പോൾ മൊത്തം 6 ഇലക്ട്രോൺ ഉണ്ട്. 1 2 3 4 5 6. ഇപ്പം നോൺ ബോണ്ടിങ് വരെയാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹോമോ എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂളിൻ്റെ ഹോമോ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആർ റിസൈഡിങ് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇലക്ട്രോൺസ് എവിടെയാണ്? നോൺ ബോണ്ടിങ് ഓർബിറ്റൽസിലാണ്. അതെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കേ. അത് എഴുതിയിട്ടില്ല. ഓക്കെ, ഹോമോ ഇസ് പ്രിഡോമിനൻ്റ്ലി ആൻഡ് ഓക്സിജൻ p ഓർബിറ്റൽ. യെസ്, ഹോമോ അതുണ്ട് അല്ലേ? ഏതാണ് ഇത്? ഈ പോയിന്റ് നോക്കിക്കേ. ദ ഹോമോ ഇസ് പ്രിഡോമിനൻ്റ്ലി ആൻഡ് ഓക്സിജൻ p ഓർബിറ്റൽ. ഈ നോൺ ബോണ്ടിങ് വന്നിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ഓക്സിജനിൽ നിന്നല്ലേ? കാരണം ഓക്സിജൻ്റെ സപ്പോസ് ഓക്സിജൻ്റെ 2pxഉം ഇതിൻ്റെ 1sഉം കൂടി ഇവിടെയും ഫോം ചെയ്തു. അതുപോലെ തന്നെ അടുത്ത 2py ഉപയോഗിച്ച് ഫോം ചെയ്തു. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പ് തീർന്നിട്ട് ബാക്കി വരുന്ന ഈ 2 ഇലക്ട്രോൺ സപ്പോസ് ഓൺ 2pz അല്ലേ? അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഹോമോ. സോ ഹോമോ ഓഫ് വാട്ടർ മോളിക്യൂൾ ഇസ് പ്രിഡോമിനൻ്റ്ലി ആൻഡ് ഓക്സിജൻ p ഓർബിറ്റൽ. യെസ്, ഓക്സിജൻ്റെ p ഓർബിറ്റലാണ്. അപ്പോൾ C ശരിയാണ്. അപ്പോൾ C ശരിയായിട്ടുള്ള ഈ 2 ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ മതി. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ദ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രം ഓഫ് വാട്ടർ മോളിക്യൂൾ ഷോസ് ദാറ്റ് 2 MOs കണ്ടെയ്നിങ് ലോൺ പെയർസ് ആർ നോട്ട് ഓഫ് സെയിം എനർജി. അതെ, നോട്ട് ഓഫ് സെയിം എനർജി ആണ്. 2 MOs കണ്ടെയ്നിങ് ലോൺ പെയർ ഉള്ള, ദാറ്റ് ഇസ് നോൺ ബോണ്ടിങ് അല്ലേ ഈ ലോൺ പെയർ എന്ന് പറയുന്നത്? നോൺ ബോണ്ടിങ് അല്ലേ ലോൺ പെയർ എന്ന് പറയുന്നത്? ലോൺ പെയർ. അപ്പോൾ ലോൺ പെയർ ഉള്ള ഒരെണ്ണം ഇതുമാണ്.
അതിന് സെയിം എനർജി ആണോ? അല്ല. സോ 2 photoelectron that contain 2 molecular orbital containing lone pair are not of same energy. യെസ്. അപ്പോൾ എ കറക്റ്റാണ്, സി കറക്റ്റാണ്. അപ്പോൾ എയും സിയും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് നമ്മുടെ? ദാറ്റ് ഇസ് ഫസ്റ്റ്. അതാണ് കറക്റ്റ്. ഇനി ബിയും കൂടി നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് OH ബോണ്ട് ഓർബിറ്റൽസ് ഹാവ് asymmetry. ഈ എ ബി സി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് മാത്രം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. OH ബോണ്ട് ഓർബിറ്റൽസ് ഹാവ് asymmetry എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓവർലാപ്പ് കഴിഞ്ഞ് വന്നതിന് ആ ഒറ്റ സിമെട്രി ആണെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല എന്നാണ്. കാരണം അവരുടെ പറ്റത്തില്ല. കാരണം അത് ഓവർലാപ്പ് ചെയ്തിട്ട് സിഗ്മയും സിഗ്മ സ്റ്റാറും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഓരോന്നിനും ഓരോ സിമെട്രിയാണ്. നമ്മൾ കണ്ടില്ലേ, OHൻ്റെ ഇതിന് A1 സിമെട്രി ഉണ്ട്, B1 സിമെട്രി ഉണ്ട്, A2 സിമെട്രി ഉണ്ട്. അപ്പോൾ എല്ലാം എ സിമെട്രി ആണോ? അല്ല. അപ്പോൾ ബി ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ നമുക്ക് എ ഓപ്ഷൻ തന്നെയാണ് ഫിക്സ് ചെയ്യാം. ഓക്കെ. അടുത്തത് ചോദിച്ചിരിക്കുന്നത്, ഇതിനൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇത് ബി സി ട്രിപ്പിൾ ബോണ്ട് CH3 എന്നാണ്. ഓക്കെ. അപ്പോൾ ദ പൊളാരിറ്റി ഓഫ് ദി ബോറോൺ കാർബൺ ബോണ്ട് ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്, ദാറ്റ് ഇസ് ബി സി ട്രിപ്പിൾ ബോണ്ട് CH3, അതിനാണ് പി എന്ന് വിളിക്കുന്നത്. പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്, പിന്നെ ഒരു ഫീനൈൽ ഗ്രൂപ്പിൻ്റെയൊക്കെ. അപ്പം നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് BCl3 പോലെ ഞാൻ വരയ്ക്കുകയാണ്. അപ്പോൾ ബോറോൺ ആദ്യത്തത് സി ട്രിപ്പിൾ ബോണ്ട് CH, സി ട്രിപ്പിൾ ബോണ്ട് CH, സി ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ഇതാണ് നമ്മുടെ പി. അതുപോലെ തന്നെ അടുത്തതിൽ എന്താണ്? CH3 CH2B CH2 CH3 CH2 CH3 same CH3 CH2 CH2 sorry C6H5 അല്ലേ? PH boron CH2PH and CH2PH. ഇത് മൂന്നുമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് P, ഇത് Q, ഇത് R ആൻഡ് ദിസ് ഇസ് S. ഇതിൽ പ്രത്യേകിച്ച് അവർ പറയുന്നത്, അതായത് അവർ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ബോറോൺ കാർബണിൻ്റെ പൊളാരിറ്റിയുടെ ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പൊളാരിറ്റി is directly proportional to percentage S character എന്ന് ഓർത്തിരിക്കുക. percentage S character attached to the groups. ഈ ഗ്രൂപ്പുകളിൽ ഇത് എന്താണ്? ഇത് SP ആണ് അല്ലേ? SP, SP2, these both are SP3. percentage S character ഏറ്റവും കൂടുതലുള്ള ഏതിലാണ്? നമ്മുടെ SP-ക്ക് അല്ലേ? 50-50% അല്ലേ രണ്ടിനും? അപ്പോൾ കൂടുതലല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ P-ക്കാണ് ഏറ്റവും കൂടുതൽ S ക്യാരക്ടർ. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റിയും കൂടുതലായിരിക്കും. പിന്നെ വരുന്നത് Q, പിന്നെ വരുന്നത് SP3. SP3യിൽ തന്നെ ഈ രണ്ടെണ്ണവും ഇല്ലേ, അതിൽ കമ്പാരിറ്റീവ്ലി the answer they give or the explanation given is C6H5 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് എസ് കഴിഞ്ഞിട്ട് നോർമൽ SP3, ദാറ്റ് ഇസ് PQSR. PQSR എന്നാണ് അതിൻ്റെ ഓർഡർ. ആൻഡ് PQSRയിലേക്ക് വരുന്നത് ഏതാണ്? Pക്ക് ഗ്രേറ്റർ QSR അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1. ഈ പൊളാരിറ്റി ഇൻക്രീസ്, എസ് ക്യാരക്ടർ ഇൻക്രീസ്
ആസ് എസ് ക്യാരക്ടർ ഇൻക്രീസ്, കാരണം എസ് ക്യാരക്ടർ കൂടുമ്പോൾ അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. എസ് ക്യാരക്ടർ കൂടുമ്പോഴത്തേനും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ദാറ്റ് ഇസ് പുള്ളിങ് പോലത്തെ ഒരു എഫക്റ്റ് അല്ലേ. അപ്പോൾ അവിടെ കൂടുതൽ പൊളാരിറ്റി ഡിഫറൻസ് വരും അല്ലേ. സി ട്രിപ്പിൾ ബോണ്ട് ഇപ്പം CH2 CH3 ഓക്കെ. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു ഇങ്ങനെ ഒരു പൊളാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ ഇത് പുള്ള് ചെയ്യുമ്പോഴത്തേനും ഇതിന് നെഗറ്റീവ് ഇതിന് പോസിറ്റീവ് പോലത്തെ ചാർജ് കിട്ടണ്ടേ. അപ്പോൾ അങ്ങനത്തെ ചാർജ് അതിന് കിട്ടുന്നില്ല. ഏതിൻ്റെ കേസിലാണ്? sp3ക്ക് അല്ലേ. ഇതിലാണെങ്കിൽ ഇത് പുള്ള് ചെയ്യുമ്പോഴത്തേനും ഇവിടെ നെഗറ്റീവ് ചാർജ് ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടി പൊളാരിറ്റി വരാം. ബോറോൺ കാർബൺ ബോണ്ടിന് പൊളാരിറ്റി വരാം, ഹയസ്റ്റ് ആണ്. CH2നും വരാം. അതുപോലെ തന്നെ ആയിരിക്കും C6H5 ഗ്രൂപ്പ് ഉള്ളപ്പോൾ അതിങ്ങനെ വലിക്കുന്ന പോലെ നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി CH3നേക്കാളും PHനാണ് കൂടുതൽ. സോ PQ ആൻഡ് SR. അപ്പോൾ ഫസ്റ്റാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൺ കെമിക്കൽ ബോണ്ടിങ് നമ്മൾ 2011 തൊട്ട് ഫെബ്രുവരി 25 വരെയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോമെട്രി, ഷേപ്പ്, ലോൺ പെയർ, പിന്നെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് വാട്ടർ, NO അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഹോമോ ലൂമോ ഏതാണെന്നും ലോൺ പെയർ ഏതാണ്, നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ഏതാണ്, അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് അതെ ഓർബിറ്റൽ ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സൂക്ഷിച്ച് നന്നായി പഠിക്കുക, നന്നായിട്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു ഫോർ ലിസണിങ്.